നമസ്കാരം, വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നിലപാടുള്ള പാർട്ടിയാണ് CPM എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പല വിഷയങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കാൻ CPMന് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നു. സ്ത്രീ സംരക്ഷണത്തിൽ വലിയ നിലപാട് നിയമസഭയ്ക്കകത്ത് പ്രഖ്യാപിച്ച വനിതാ മന്ത്രിയൊക്കെയുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. പക്ഷേ മുകേഷിനെതിരായിട്ടുള്ള ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടിട്ട് 24 മണിക്കൂറല്ല 36 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് രാജി എഴുതി വാങ്ങിക്കാനോ ഉള്ള ഒരു നിലപാടില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് CPM മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. അതായത് CPMന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറായിട്ടുള്ള വൃന്ദ കാരാട്ട് മുകേഷിനെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് പരിഗണിക്കാതിരിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് CPMന്റെ കേരള സംസ്ഥാന കമ്മിറ്റി എന്ത് വിലയാണ് നൽകുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. CPM എങ്ങോട്ടാണ് ഈ പോകുന്നത്? അല്ല, CPMന്റെ കുറച്ച് കാലമായിട്ടുള്ള നമുക്കറിയാം അവരുടെ നിലപാടുകളൊക്കെ പണ്ടത്തെ CPM അല്ല എന്നും CPM മൊത്തത്തിൽ മാറിയിരിക്കുന്നെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനിലല്ല കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ ഈ മുകേഷ് ഇഷ്യൂവിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം മുകേഷ് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു പ്രാഥമിക മെമ്പർ പോലും അല്ലാത്ത ഒരാൾ പാർട്ടിയിലേക്ക് എങ്ങനെയാണ് വന്നതെന്നും അദ്ദേഹം എങ്ങനെയാണ് 2 തവണ കൊല്ലത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അവിടെ സമുന്നതരായ പല നേതാക്കന്മാരെയും കൊല്ലത്ത് ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട് എന്നുള്ള ആരോപണം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. സെക്കൻഡ് ടൈമിൽ ഒരിക്കലും അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം വന്നിരുന്നു. പക്ഷേ അതൊന്നും മാനിക്കാതെയാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ആ കാലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ട് ആ ഭാര്യയെ ഗാർഹിക പീഡനത്തിന് വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണവും കേസും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതൊക്കെ. ഇപ്പം കൊല്ലം പോലുള്ള സ്ഥലത്ത് ഒരിക്കലും CPMന് വലിയ പരാജയ ഭീതിയൊന്നും ഉള്ള ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രീതിയുള്ള സിനിമാ നടന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന് ഇറക്കി ഒരു പിടിച്ചെടുക്കേണ്ട ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ല കൊല്ലം. എന്നിട്ട് പോലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി വന്നത് തന്നെ CPMന്റെ അപജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഉദാഹരണമാണ് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുകേഷിനെതിരെ ആരോപണം ഉയർന്നു വന്ന ആ സാഹചര്യത്തിൽ തന്നെ CPMലുള്ള ചില ആളുകൾ, അതായത് കൊല്ലം ജില്ലയിലുള്ള ജില്ലാ കമ്മിറ്റിയിലുള്ള ചില വ്യക്തികൾ അംഗങ്ങൾ ഈ മുകേഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഈ ഒരു സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമായിപ്പോയി മുകേഷിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മുകേഷിനെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കുകളായിരിക്കും CPMന് ഏറ്റവും ഗുണകരം എന്നൊക്കെയുള്ള ഒരു ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ CPMന്റെ സമുന്നത നേതാക്കളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കേണ്ടെന്നും ആരോപണ വിധേയരായ ആളുകൾ, അതായത് UDFൽ അംഗങ്ങളായിരുന്ന ആരോപണ വിധേയരായ ആളുകളൊന്നും അത്തരത്തിൽ രാജിവെച്ചിട്ടില്ലെന്നും അത്ര കീഴ്വഴക്കമില്ലെന്നൊക്കെയാണ് പിന്നീട് PK ശ്രീമതിയെ പോലുള്ള വലിയ നേതാക്കന്മാർ, കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെയാണ് അവർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഒക്കെ സമുന്നത നേതാവ് എന്നുള്ള നിലയിലും മുൻ മന്ത്രിയൊക്കെ ആയ PK ശ്രീമതിയുടെ നിലപാട് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് KK ശൈലജ, മുൻ മന്ത്രിയും ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവായിരിക്കുന്ന KK ശൈലജയും കൈക്കൊണ്ടെന്നുള്ള നമ്മൾ അത്ഭുതകരമായ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. EP ജയരാജൻ ആണ് ഇതിൽ ആദ്യം നിലപാട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നുമില്ലെന്നും മുകേഷ് അങ്ങനെ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, വിൻസെന്റും അതുപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂർ MLA ആയിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയൊക്കെ CPMന്റെ താത്വിക ആചാര്യൻ ഇപ്പൊ EP ജയരാജൻ അല്ല, അതാ പറഞ്ഞത്. ഈ പാർട്ടിയുടെ ഒരു നിലവാരത്തിന്റെ തകർച്ച തന്നെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും കൃത്യമായി കാണേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മുഖം രക്ഷിക്കാമെങ്കിലും അല്ലെങ്കിൽ തൽക്കാലം തടി തപ്പാമെങ്കിലും ദേശീയ തലത്തിൽ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ദേശീയ തലത്തിൽ വലിയ ശക്തിയൊന്നും അല്ലെങ്കിൽ പോലും CPMന്റെ അഭിപ്രായത്തിന് എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ ഈ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതേപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം, ഇതൊക്കെ വലിയ രീതിയിൽ ദേശീയ തലത്തിൽ വാർത്തയാവുകയും CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ സ്ത്രീകൾക്കെതിരെ ഇത്രയും വലിയ പീഡന പരാതികൾ ഉയർന്നിട്ടും കുറ്റാരോപിതരായ ആളുകളെ ഇപ്പോഴും MLA സ്ഥാനത്ത് തന്നെ വച്ചു പുലർത്തുന്നു എന്നുള്ളത്. ഇപ്പം രഞ്ജിത്ത് മാത്രമാണ് രാജിവെച്ച് പോയിട്ടുള്ളത്. ബാക്കി മുകേഷ് ഇപ്പോഴും ആ സ്ഥാനത്ത് ഇരിക്കുന്നു, MLA ആയിരിക്കുന്നു എന്നുള്ളത്
എന്നുള്ളത് എല്ലാ തരത്തിലും CPM-നെ ദേശീയ നേതൃത്വം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ നമ്മുടെ ഇതിന്റെ വൃദ്ധ കാരാട്ടിന്റെ ഇന്ന് എഴുതിയ ലേഖനം, ഇന്ന് പുറത്തു വന്ന ലേഖനം, അവര് CPM-ന്റെ വെബ്സൈറ്റിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ MLA സ്ഥാനത്തോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്തും അവരെ തുടരാൻ അനുവദിക്കരുതെന്നും മുകേഷിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ഥാനത്തെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു എൻക്വയറിയിലേക്ക് പോകേണ്ടതുണ്ടെന്നും എന്നിട്ട് മാതൃകാപരമായ ചില തീരുമാനങ്ങൾ CPM പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട് അവർ. പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഘടകമാണ്. ഈ ഘടകത്തിലുള്ള നേതാക്കന്മാരുടെ ഓരോ അഭിപ്രായത്തിനും വലിയ വിലയുണ്ട് എന്നുള്ള പോലും CPM ഇന്ന് മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച ചെയ്തിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് യഥാർത്ഥത്തിൽ മുകേഷ് രാജിവെക്കണം എന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് ഈ CPM-ന് എന്തോ ഒളിക്കാനുണ്ടെന്നും CPM ഭയങ്കരമായി മറ്റേതോ ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ. ഇതിനകത്ത് മറ്റൊരു വസ്തുതയോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് സാർ. കാരണം എന്താ വെച്ചാൽ ഇന്ന് മുകേഷ് പെട്ടെന്ന് തന്നെ ഓടി വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെത്തി വക്കീലിനെ കാണുന്നു. മറ്റേ ആലുവയിലുള്ള നടി നൽകിയിട്ടുള്ള പരാതിക്ക് എതിരെ ചില തെളിവുകളൊക്കെ വക്കീലിൻ്റെ കൈവശം നൽകുന്നു. ഒരുപക്ഷെ ഈ തെളിവുകൾ നാളെ കോടതിയിലെത്തിയേക്കാം. കോടതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം, കാരണം 3-ാം തീയതി വരെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു താൽക്കാലിക ഉത്തരവാണ് കോടതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട് കോടതി ഏതെങ്കിലും തരത്തിലുള്ള കമൻറ്റുകൾ നടത്തുകയും ചെയ്താൽ, പക്ഷേ അവിടെ ഒരു എതിർവാദം കൂടി വരുന്നുണ്ട്. കാരണം അനിൽ അക്കര ഒരു ആക്ഷേപം ഉന്നയിച്ച് കൊണ്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സെഷൻസ് കോടതിയിലെ നിലവിൽ ഉള്ള ജഡ്ജിയെ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് മാറ്റി മറ്റൊരു ബെഞ്ചിലേക്ക് ആക്കണമെന്ന്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് CPM ബന്ധം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരുപക്ഷെ മുകേഷിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റ് സെഷൻസ് കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ആ ഒരൊറ്റ കമൻറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മുകേഷിന് വീണ്ടും MLA സ്ഥാനത്ത് തുടരാം എന്നുള്ളൊരു വ്യാമോഹമാണ്. കാരണം ഈ ആലുവയിലെ നടി ഭീഷണിപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഹണി ട്രാപ്പിന് ശ്രമിച്ചുവെന്നോ ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ചു എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു പരാമർശം, അതിനുള്ള ചില തെളിവുകളുണ്ട്, പോലീസ് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുകേഷിന് അതൊരു പിടിച്ചുനിൽപ്പാണ്. ആ ഒരു പിടിച്ചുനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ തീരുമാനം നാളത്തേക്ക് മാറ്റിയിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ഇതിൽ കാണേണ്ടത് ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും അനുകമ്പയോടെയും അതുപോലെ തന്നെ വലിയ സ്നേഹത്തോടെയൊക്കെ നിലപാടുകൾ എടുത്തിരുന്ന വലിയ വിഭാഗം, ബുദ്ധി വിഭാഗം. സാറാ ജോസഫ് കുറച്ചു കാലത്ത് CPM-ആയിട്ട് അടുപ്പത്തിലല്ലെങ്കിൽ പോലും അവർ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ സുനിൽ പി ഇളയിടം പോലെയുള്ള, അതായത് CPM-ന്റെ ഏറ്റവും വലിയ സഹയാത്രികരായ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന സുനിൽ പി ഇളയിടം പോലെയുള്ള നിരവധിയായ ഈ സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളൊക്കെ മുകേഷ് മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ള പരസ്യ പ്രസ്താവനയായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരെല്ലാം പിണക്കിക്കൊണ്ട് CPM ഈ മുകേഷിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിലനിൽക്കാൻ പറ്റും. കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് 2 വർഷം കൂടി തുടരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ആയതുകൊണ്ട് CPM-ൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയാലും മതി. അല്ല, CPM-നെ പുറത്താക്കാൻ പറ്റില്ല. കാരണം അയാൾ CPM മെമ്പർ അല്ല. CPM-ന്റെ ഒരു പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഈ മുകേഷിന് പാർട്ടിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുള്ള CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അല്ല, അതിൽ സാങ്കേതിക പ്രശ്നമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല. പാർട്ടിയുമായി നേരിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. പാർട്ടി അനുഭാവി മാത്രമാണ്. പ്രാഥമിക അംഗത്വത്തിൽ പോലും അദ്ദേഹം ഇല്ല എന്നുള്ളതാണ് അതിലേറ്റവും. MLA കൗണ്ട് ചെയ്യുന്നത് CPM-ന്റെ MLA ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കണം. അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം തീരുമാനിക്കണം. അദ്ദേഹത്തിന് അങ്ങനത്തെ സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം ഓടിപ്പിടിച്ചെന്നെങ്കിലും വക്കീലിനെ കാണാൻ വേണ്ടി വരില്ല. ഞാൻ കരുതുന്ന കാര്യം എന്താ വെച്ചാൽ നാളെ കോടതിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഈ മൊഴി നൽകിയിട്ടുള്ള നടിക്കെതിരെ എന്തെങ്കിലും ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ മുകേഷിനെതിരെ ഇവരുടെ മൊഴിയെടുത്തതിന് ശേഷം ഇതിൽ കേസെടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്കെതിരെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കേസെടുക്കുന്ന രീതി ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ നമ്മുടെ ഈ
ഇര തന്നെ പറയുന്നുണ്ട്, അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അത് ഒരു ചാനലിൽ അല്ലെങ്കിൽ അഭിമുഖത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈവശം എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന കാര്യം വെച്ചാൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, സ്ത്രീ ഒരു ആരോപണം പറഞ്ഞാൽ അത് തന്നെ തെളിവായി പരിഗണിക്കണം എന്ന നിയമം ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം. ഇതിനെയൊക്കെ കവച്ചു വെക്കുവാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റോ ഡിജിറ്റൽ എവിഡൻസ് മുകേഷിന്റെ കയ്യിലുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല. അതെ, പക്ഷെ എങ്കിൽ പോലും ഇത് പ്രാഥമികമായ എൻക്വയറിയിൽ മുകേഷിനെതിരെ തെളിവുകൾ ഉണ്ട് അല്ലെങ്കിൽ കേസെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘമാണ് ഇതിൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ വിഷയം സിബി അതല്ല. അതായത് ഇത്തരത്തിലുള്ള ഒരു ആരോപണ വിധേയൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും CPM പോലുള്ള ഒരു പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരാൾ ആരോപണ വിധേയനാവുന്ന സമയത്ത് അദ്ദേഹം മാറി നിൽക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അത് ഇപ്പം കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് ഏറ്റവും ഗ്രിപ്പുള്ള ഒരു സ്ഥലമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പം മുകേഷ് അവിടെ രാജിവെച്ചിട്ട് അവിടെ മറ്റൊരു നേതാവിനെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കട്ടെ, അതിലൊന്നും ഒരു വിഷമമില്ലല്ലോ. അവിടെ CPM തന്നെ ജയിക്കട്ടെ. അപ്പോൾ ഇതല്ല വിഷയം. ഇത് മുകേഷ് തന്നെ ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു പോകും, ഒന്നുമില്ലല്ലോ. അല്ല, MLA കാണാനില്ലാത്ത സ്ഥലമാണ്. അതെ, അതുകൊണ്ട് കൊല്ലത്ത് ഇപ്പം മുകേഷ് തന്നെ MLA ആയിരിക്കണം എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് ആഗ്രഹമില്ല. അവിടുത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ മുകേഷിനെതിരെയാണ്. കാരണം അവർ പലപ്പോഴും മുകേഷിന്റെ പല പ്രവൃത്തികളും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ എല്ലാം അറിയാം. പിന്നെ പാർട്ടി തീരുമാനത്തെ എല്ലാ പാർട്ടിക്കാരും അംഗീകരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും പിന്നെ ഇറങ്ങി പ്രവർത്തിച്ചൊക്കെ. പക്ഷെ വോട്ട് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. കൊല്ലം ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ CPM-നോ അതുപോലെ തന്നെ CPI-ക്ക് ഇടതുപക്ഷ കക്ഷികൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉള്ള സ്ഥലം ആണെങ്കിൽ പോലും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചത് ആരാണ്? NK പ്രേമചന്ദ്രനാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് എത്രത്തോളം ഈ സ്ഥാനാർത്ഥിക്ക് അവിടെ പ്രാധാന്യമുണ്ട്, സ്വീകാര്യത ഉണ്ടായിരുന്നൊക്കെ മനസ്സിലാക്കണം. കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അത് വേറൊരു കാരണം കൊണ്ടാണ്. കാരണം എതിരാളി ബിന്ദു കൃഷി ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയതെന്ന് എന്നോട് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു. എല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ തന്നെ അവിടെ ജയിച്ചേനെ എന്നുള്ള. അത് CPM-ന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല, പകരം മുകേഷ് രണ്ടാമതും സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ CPM-നിടയിൽ തന്നെ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടാവുകയും അവരൊക്കെ മുകേഷിനെതിരായ ചില പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചു എന്ന് പറയുന്നൊരു വലിയ ആരോപണമുണ്ട്. അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണേണ്ടത് ഈ മുകേഷിന് എന്തിനാണ് ഇത്രയേറെ കണ്ണടച്ച് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ മറ്റു പല ശക്തികളുമുണ്ട്, മറ്റു പല കാരണങ്ങളുമുണ്ട് എന്ന് വേണം നമ്മളിൽ കാണാൻ. എന്തുകൊണ്ടാണ് ഇന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്തത്? CPM വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം വിഷയങ്ങൾ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി ആയിരുന്നു പണ്ട്, വൺസ് അപ്പോൺ എ ടൈം. പക്ഷേ ഇപ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ CPM-ന് ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെ വല്ലാത്ത പ്രതിപത്തി ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷയത്തിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പോലെ പിന്നെ അൻവറിനെ പോലെയുള്ള ആളുകൾ, സാമ്പത്തിക ശക്തികളോടാണ് ഇപ്പോൾ ഇവർക്ക് താല്പര്യം. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിനോടാണ് ഇവർക്ക് താല്പര്യം. അതുകൊണ്ട് സമ്പത്തും അതുപോലെ തന്നെ വലിയ രീതിയിലെ ജനപ്രീതിയും ഉണ്ട് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ആളുകളോട് CPM-ന് വല്ലാത്ത രീതിയിൽ ഒരു പിന്നെ പ്രണയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അപകടകരമായ രീതിയിലാണ് പോകുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വൃന്ദാക്കാരാട്ട് എന്നുള്ള ഒരു വനിത ഇന്ന് രാജ്യം മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ സ്വീകാര്യതയുള്ള വൃന്ദാക്കാരാട്ടിനെ പോലുള്ള ഒരു നേതാവ് ഈ മുകേഷിനെ ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഈ MLA സ്ഥാനത്ത് നിർത്തരുതെന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സധൈര്യം ജനങ്ങൾക്ക് മുന്നിൽ ഒന്ന് പറയണം, ഞങ്ങളിതാ ഈ ആരോപണ വിധേയനായ ആളിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു, ഞങ്ങൾ സ്ത്രീയുടെ പക്ഷത്താണെന്നും സ്ത്രീപക്ഷ നിലപാടിൽ നിന്നും നമ്മൾ ഒരു അടി പോലും മുന്നോട്ട് പോയിട്ടില്ലെന്നും ഇത്തരം നിലപാടിൽ ഞങ്ങൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ധൈര്യസമേതം പറയുന്നു എന്ന് നെഞ്ചുയർത്തി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി CPM തയ്യാറാവണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മുകേഷിന്റെ മുന്നിൽ ഇവരെന്തോ മുട്ടടിച്ച് നിൽക്കുന്നു. ഇനി മുകേഷിനെ നാളെ മാറ്റുമായിരിക്കാം, അല്ലെ മറ്റന്നാൾ മാറ്റുമായിരിക്കാം. പക്ഷേ CPM-ന്റെ എപ്പോൾ ഉള്ള അബദ്ധം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ പ്രതിരോധിക്കും, പിന്നീട് കീഴടങ്ങും എന്നുള്ളതാണ്. ഇപ്പം രഞ്ജിത്തിന്റെ കാര്യത്തിലായാലും സംഭവിച്ചെന്താണ്? രഞ്ജിത്ത് രാജിവെക്കില്ലെന്നും അയാൾ മഹാനായ ഒരു കലാകാരനാണെന്നും അയാൾ രാജ്യത്ത് മൊത്തം സ്വീകാരനാണെന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുള്ള സ്ഥലമാണിത്. ആ പിറ്റേന്ന് രാജിവെക്കേണ്ടി വരികയാണ്. അപ്പം ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് ഇവർക്കൊക്കെ വീഴ്ച സംഭവിക്കുന്നത് വെച്ചാൽ ജനങ്ങളുടെ പൾസ് അറിയാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുകേഷിനെ സംരക്ഷിക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന വലിയ പിന്നെ കുറച്ചിലാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നും
ഇനി അടുത്ത ഇലക്ഷനിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. ഒരു പക്ഷേ വേണമെങ്കിൽ മുകേഷിനെ ഇവർക്ക് സംരക്ഷിച്ച് രാജിവെക്കാതെ വീണ്ടും 2 വർഷം കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പിന്നീടുണ്ടാകുന്ന തിരിച്ചടി ഇവർക്കൊന്നും ഒരിക്കലും ഇപ്പോൾ പിന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടിയിലേക്കാണ് ഈ പാർട്ടി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തലത്തിലും തിരിച്ചടി കിട്ടുകയും ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ വീണ്ടും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രവണതകളാണ് നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാവുന്നത്. അതുകൊണ്ട് ഇവർ കുളിപ്പിച്ച് ഈ കൊച്ചിനെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമാണ് എനിക്കിൽ പറയാനുള്ളത്. ഏതായാലും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒപ്പമുള്ള CPM സഹവാസത്തിൽ നെഞ്ചുപൊട്ടിക്കരയുന്ന കുറേയധികം സഖാക്കന്മാർ കേരളത്തിൽ ഉണ്ട് എന്ന് CPMൻ്റെ സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കണം. അതായത് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം നിസ്സാരമായിട്ടുള്ള ഒരു ആരോപണമല്ല, അത് ബലാത്സംഗ കേസാണ്. ഈ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ഒരു MLA മാറ്റി നിർത്തുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ, CPMന് സാധിച്ചിട്ടില്ല എങ്കിൽ അത് CPMനും ഇടതുപക്ഷത്തിനും നേരിട്ടിട്ടുള്ള അപജയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.